നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മങ്കരയിൽ പ്രഭാത സവാരിക്കിറങ്ങിയ വയോധിക വാഹനമിടിച്ച് മരിച്ചു. മരിച്ചത് മാങ്കുറിശ്ശി മുരുകാണ്ടിത്തൊടിയിൽ ജാനകി. അപകടം പാലക്കാട് കുളപ്പള്ളി പാതയിൽ മാങ്കുറിശ്ശി ക്ഷേത്ര പരിസരത്ത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് റെയിൽവേ കരാർ തൊഴിലാളികളുടെ മാർച്ചും ധർണയും. മാർച്ച് CITU നേതൃത്വത്തിൽ. DRMുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതായി നേതാക്കൾ. ലഹരിക്കെതിരെ വനിതാ തൊഴിലാളികൾ. നിരത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ വനിതാ വിഭാഗം മദ്യലഹരി വിരുദ്ധ സെമിനാർ നടത്തി. വനിതാ വിഭാഗം ജില്ലാ കമ്മിറ്റി സെമിനാർ സംഘടിപ്പിച്ചത് കോങ്ങാട്ട്. രാമായണ മാസാചരണം തുടരുന്നു. രാമായണ പാരായണം ഉൾപ്പെടെ വിവിധ പരിപാടികളുമായി ഭക്തിയുടെ നിറവിൽ ക്ഷേത്രങ്ങൾ. ഷൊർണൂർ പരുത്തിപ്പുറ കോണത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നങ്ങ്യാർകൂത്ത് നടന്നു. വാർത്തകൾ വിശദമായി. പ്രഭാത സവാരിക്കിറങ്ങിയ വയോധിക വാഹനമിടിച്ച് മരിച്ചു. മാങ്കുറിശ്ശി മുരുകണ്ടിത്തൊടിയിൽ രാമൻകുട്ടിയുടെ ഭാര്യ 70 വയസ്സുള്ള ജാനകിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 6-ന് മാങ്കുറിശ്ശി ക്ഷേത്രത്തിന് സമീപം വെച്ചാണ് അപകടം നടന്നത്. നടക്കാനിറങ്ങിയ ശേഷം തിരിച്ചു വരുമ്പോൾ ചായ കുടിക്കാനായി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ എതിരെ വന്ന ഗുഡ്സ് ട്രാവൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സാരമായി പരിക്കേറ്റ ജാനകിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജാനകിയും ഭർത്താവ് രാമൻകുട്ടിയും തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. മകൾ വിഷ്ണുമായ, മരുമകൻ ജയൻ. മങ്കര പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. CITU നേതൃത്വത്തിൽ റെയിൽവേ കരാർ തൊഴിലാളികൾ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ മാർച്ച് ധർണയും നടത്തി. M. ഹംസ ഉദ്ഘാടനം ചെയ്തു. മാർച്ചിനും ധർണയ്ക്കും ശേഷം പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർ അരുൺകുമാർ ചതുർവേദിയുമായി ഡിവിഷണൽ ഓഫീസിൽ വെച്ച് യൂണിയൻ നേതാക്കൾ ചർച്ച നടത്തി. TK അച്യുതൻ, RG പിള്ള, M. ഹംസ, V. ബാലകൃഷ്ണൻ, B. പ്രമോദ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ESI PF ഇനിയും നടപ്പാക്കാൻ ബാക്കിയുള്ള വിഭാഗം തൊഴിലാളികൾക്ക് ബാധകമാക്കാൻ നിർദ്ദേശം നൽകണമെന്ന് യൂണിയൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഷൊർണൂരിലെ 4 പാഴ്സൽ പോർട്ടർമാരെ തിരിച്ചെടുക്കുന്ന കാര്യം പരിഗണിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നും PM സുരക്ഷാ യോജന എല്ലാ തൊഴിലാളികൾക്കും ബാധകമാക്കാമെന്നും DRM ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിരത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ വനിതാ വിഭാഗം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മദ്യലഹരി വിരുദ്ധ സെമിനാർ കോങ്ങാട്ട് സംഘടിപ്പിച്ചു. കോങ്ങാട് പോലീസ് സ്റ്റേഷൻ SI M. മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കുടുംബത്തിന്റെ ഘടനയെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു കുടുംബത്തിന്റെ ഭാവിയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം ഒരാൾ മാത്രമല്ല, ഒരു വലിയ വിപത്തായിട്ട് ഈ ലഹരി എന്ന പിശാച് നമ്മുടെ ഇടയിൽ കൂടി കടന്നുപോയിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് വിടുന്നു, അല്ലെങ്കിൽ അത് അവിടെയല്ലേ എൻ്റെ വീട്ടിലില്ലോ എന്നുള്ളൊരു വിദ്യാധാരണയിൽ നമ്മൾ കാണാനുള്ളത്. ഇതിനൊരു പ്രോത്സാഹനമായിട്ട് വേണം നമുക്ക് കാണാൻ. NKNTU സംസ്ഥാന ജനറൽ സെക്രട്ടറി M. ഗിരിജാദേവി അധ്യക്ഷത വഹിച്ചു. അസംഘടിത തൊഴിലാളി സംസ്ഥാന സെക്രട്ടറി KC പുഷ്പലത, ജില്ലാ പ്രസിഡന്റ് V. ഉഷാകുമാരി, ജില്ലാ ജനറൽ സെക്രട്ടറി MP ശോഭന, ജില്ലാ സെക്രട്ടറി K. സരോജിനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് മദ്യവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഷൊർണൂർ പരുത്തിപ്പുറ കോണത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി വിശേഷാൽ പരിപാടികൾ തുടരുന്നു. കഴിഞ്ഞ ദിവസം നങ്ങ്യാർകൂത്ത് അരങ്ങിലെത്തി. രാമായണ പാരായണവും നടക്കുന്നുണ്ട്. സീതാ സ്വയംവരം കഥയിലായിരുന്നു നങ്ങ്യാർകൂത്ത് അരങ്ങിലെത്തിയത്. കലാമണ്ഡലം നില നങ്ങ്യാർകൂത്ത് അവതരിപ്പിച്ചു. ക്രിയാ നാട്യശാലയായിരുന്നു നങ്ങ്യാർകൂത്ത് അവതരണം. നിരവധി പേർ ആസ്വദിക്കാനെത്തിയിരുന്നു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് പരുത്തിപ്പുറ കോണത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വിശേഷാൽ പരിപാടികൾ തുറന്നുവരികയാണ്. രാമായണ പാരായണവും
പ്രഭാഷണവും നടന്നു വരുന്നുണ്ട്. വിശേഷാൽ പൂജകളും നടക്കുന്നുണ്ട്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ കല്ലിപ്പാടം ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ ഔഷധക്കഞ്ഞി വിതരണം തുടരുന്നു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ഈ മാസം 26 വരെ വിതരണം തുടരും. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ്. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായും കർക്കിടകത്തിലെ സുഖ ചികിത്സയുടെ ഭാഗമായിട്ടും കൂടിയാണ് കർക്കിടക ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നത്. ഷൊർണൂർ കല്ലിപ്പാടം ശിവക്ഷേത്രത്തിൽ നടക്കുന്ന ഔഷധക്കഞ്ഞി വിതരണം തുടരുകയാണ്. 100 കണക്കിന് ആളുകൾ ഇവിടെ എത്തി. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഔഷധക്കഞ്ഞി വിതരണം നടത്തി വരുന്നത്. ഇത് 2ാം വർഷമാണ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ പൂർവികന്മാരായിട്ട് കർക്കിടക മാസത്തിലെ സുഖ ചികിത്സയോടനുബന്ധിച്ചാണ് ഒരു ഔഷധക്കഞ്ഞി എന്ന പേരിൽ. കാരണം അന്നത്തെ കാലത്ത് ശരീരം അത്രയും കാലം അധ്വാനം ചെയ്ത് കർക്കിടക മാസത്തിലാണ് എല്ലാവരും ശരീരത്തിൻ്റെ സുഖചികിത്സ തേടാറുള്ളത്. നമ്മളും ഇവിടെ ഇരട്ടമ്പലം സംരക്ഷണ സമിതിയുടെ പേരിൽ 2 വർഷമായി ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് ഈ വർഷത്തെ 3ാം ദിവസമാണ്. ഈ ദിവസം നമ്മുടെ കൂടെ എത്തിയത് പറക്കുട്ടിക്കാവിലെ ശാന്തിയും ജ്യോതിഷുമായ സുഭാഷ് ശാന്തിയാണ്. അദ്ദേഹം ഔഷധക്കഞ്ഞിയെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നമ്മുടെ ഇവിടെ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളവരോട് വളരെ വിശദമായി സംസാരിച്ചു. എന്തായാലും ഇങ്ങനെ ഒരു കഞ്ഞി തുടങ്ങാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച ഈ നാട്ടിലെ നല്ലവരായ എല്ലാവരും ആ കഞ്ഞിയെ കുടിക്കാൻ എന്നും സന്തോഷത്തോടു കൂടി എത്തിച്ചേരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദിവസവും രാവിലെ 10-ന് കഞ്ഞി വിതരണം ആരംഭിക്കും. ഈ മാസം 20-ന് തുടങ്ങിവെച്ച ഔഷധക്കഞ്ഞി വിതരണം 26-ന് സമാപിക്കും. രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 3-ന് ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് എന്നിവ നടത്തും. ക്ഷേത്രത്തിൽ രാമായണ പാരായണം, ഭഗവത് സേവ തുടങ്ങിയ വിശേഷാൽ ചടങ്ങുകളും നടന്നു വരുന്നുണ്ട്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ ചാന്ദ്രദിനാഘോഷം നടന്നു. ചന്ദ്രനെക്കുറിച്ച് കുട്ടികൾ കൂടുതൽ അറിയാൻ സഹായകരമായ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്ക് ചന്ദ്രനെക്കുറിച്ച് കൂടുതൽ അറിയാനും സൃഷ്ടിപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനും അവസരമൊരുക്കിയ പരിപാടികളാണ് ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത്. വിവിധ ആശയങ്ങൾ പങ്കുവച്ച് കുട്ടികൾ പോസ്റ്ററുകൾ ഒരുക്കി. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ക്വിസ് മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഫ്ലൈ ടു ദ മൂൺ എന്ന പരിപാടിയിൽ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി റോക്കറ്റ് നിർമ്മാണവും വിക്ഷേപണവും നടന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാല് കുത്തിയതിൻ്റെ ഓർമ്മയാണ് ചന്ദ്രദിനം. 1969 ജൂലൈ 21-നാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. ഈ വിജയം ശാസ്ത്രലോകത്തെ ഒരു നാഴികക്കല്ലായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. സ്കൂബ പരിശീലനവുമായി വീണ്ടും നിഷാദ് വരവൂർ. ജലാശയത്തിലാകപ്പെട്ട നിരവധി ജീവനുകൾ ഇദ്ദേഹം ഇതുവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മുള്ളൂർക്കര പൂതക്കുളത്തിലാണ് സ്കൂബ പരിശീലനം. കൊച്ചിൻ പാലത്തിനു സമീപം ഭാരതപ്പുഴയോരത്ത് ഐസ്ക്രീം വിൽക്കുന്ന വരവൂർ തറയിൽ വീട്ടിൽ 43 വയസ്സുള്ള നിഷാദ് ഐസ്ക്രീം വിറ്റ് കിട്ടുന്ന തുച്ഛമായ വരുമാനം മിച്ചം വെച്ചുകൊണ്ടാണ് മുള്ളൂർക്കരയിൽ പുതുക്കുളത്ത് സ്കൂബ പരിശീലനം നടത്തുന്നത്. എറണാകുളത്ത് നിന്നുമാണ് ഓക്സിജനും മറ്റ് സാധന സാമഗ്രികൾ വാടകയ്ക്കെടുത്ത് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് നല്ലൊരു തുക കെട്ടിവെക്കേണ്ടതുണ്ട്. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് ജലാശയങ്ങളിലെ അടിത്തട്ടുകളിൽ അകപ്പെടുന്നവരെ രക്ഷപ്പെടുത്താൻ കഴിയും എന്നത് വലിയ കാര്യമാണ്. ജലാശയങ്ങളിൽ അകപ്പെടുന്നവരെ രക്ഷിക്കുക എന്നത് മാത്രമാണ് നിഷാദിൻ്റെ ലക്ഷ്യം. ഇതിനകം വിവിധ ഇടങ്ങളിൽ നിന്നായി നിരവധി പേരെ രക്ഷപ്പെടുത്താൻ നിഷാദിന് കഴിഞ്ഞിട്ടുണ്ട്. ഷൊർണൂർ അഗ്നിരക്ഷാ വിഭാഗത്തിനും ഷൊർണൂർ പോലീസിനും ചെറുതുരുത്തി പോലീസിനും ഏറെ സഹായം നൽകാൻ നിഷാദിന് കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ ഐസ്ക്രീം വണ്ടിയിൽ ജലാശയങ്ങളിൽ അകപ്പെടുന്നവരെ ഏതു നിമിഷവും സംരക്ഷിക്കാൻ കഴിയുന്ന സാധന സാമഗ്രികൾ സൈക്കിളിൽ വെച്ചാണ് നിഷാദിൻ്റെ ഐസ്ക്രീം വിൽപ്പന. എന്നാൽ ഇത്രയും സാഹസിക പ്രവർത്തനങ്ങൾ നടത്തുകയും മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന നിഷാദിന് ഈ ദൗത്യവുമായി മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തികം വലിയ ഒരു തടസ്സം തന്നെയാണ്. നിരവധി ജീവനുകൾ രക്ഷിച്ച നിരവധി പേർക്ക് പരിശീലനം നൽകിയ നിഷാദിനെ പരിശീലനത്തിനായി സഹായിക്കാൻ ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയിലാണ് നിഷാദ്. എക്സ്പീരിയൻസ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ഇത്ര വയസ്സായിട്ട് പോലും നമുക്കത് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. എന്നാലും ഒരാൾ വരെയൊക്കെ
ഫസ്റ്റ് ഒരു 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇത്രയും പഠിച്ചതിന് വളരെ സന്തോഷമുണ്ട്. നന്നായിട്ടുണ്ട്. ബെസ്റ്റ്. ഞാൻ ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമാണ് സ്കൂബ ഡൈവിങ്. അത് നമ്മുടെ ബ്രദറിന്റെ ഒരു പരിശ്രമം കൊണ്ട് പെട്ടെന്ന് നടന്നു. അതിന് വളരെയധികം സന്തോഷമുണ്ട്. സാറിന്റെ ക്ലാസ് നന്നായിരുന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ടെക്നിക്സ് ഷോർട്ട് കട്ടായിട്ട് പറഞ്ഞു തന്നു. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് റിക്കവറി വരുന്നത് ഈ ബോഡികൾ എടുക്കാനാണ്. അപ്പോൾ അത് ഈ കോറികളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആഴത്തിൽ മുങ്ങിയെത്താൻ പറ്റില്ല. അതിൽ സ്കൂബ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് കിട്ടിയ വലിയ ഉപകാരമാണ്. പിന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിറവേറ്റെന്ന് വിചാരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാടനാകുറിശി റെയിൽവേ മേൽപ്പാലം സർവീസ് പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കട്ടവിരിക്കൽ ആരംഭിച്ചു. നിലവിലെ പാത പൊളിച്ച് നിരപ്പാക്കി കോൺക്രീറ്റിൽ സൈഡ് ഭിത്തി കെട്ടിയാണ് കട്ടവിരിക്കൽ പ്രവൃത്തികൾ നടത്തുന്നത്. കൂടുതൽ തൊഴിലാളികൾ ഉൾപ്പെടുത്തി പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നു. എന്നാൽ മാത്രമേ നിലവിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുകയുള്ളൂ. വീടിനും ജീവനും അപകട ഭീഷണി ഉയർത്തുന്ന മരം മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് മങ്കര സ്വദേശിയായ വയോധികൻ ബാവ ആരോപിച്ചു. മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടർ, പൊതുമരാമത്ത് വകുപ്പ്, മങ്കര പഞ്ചായത്ത് എന്നിവർക്ക് പരാതി കൊടുത്തിട്ട് 1 വർഷം കഴിഞ്ഞു എന്നും ബാവ പറഞ്ഞു. വീടിന് സമീപത്തെ കാലപ്പഴക്കം ചെന്ന കൂറ്റൻ മരം മൂലം സ്വന്തം പലചരക്ക് കട പൊളിച്ചുമാറ്റേണ്ട അവസ്ഥയാണ്. മരത്തിന്റെ വേരുകൾ കയറി കടയുടെ തറയും ചുമരും വിണ്ടുകീറി നശിച്ചതായി ബാവ പരാതിപ്പെടുന്നു. കൂടാതെ വീടിനും കടയ്ക്കും മീതെയുമായിട്ടാണ് മരം നിൽക്കുന്നത്. ഏത് സമയവും ഇവ വീഴാൻ സാധ്യതയേറെയാണ്. വീടിനും പലചരക്ക് കടയ്ക്കും തൊട്ടുരുമിയാണ് മരം ചാഞ്ഞു നിൽക്കുന്നത്. ഇലക്ട്രിക് ലൈനുകളും മരത്തിനടിയിലൂടെയാണ് കടന്നുപോകുന്നത്. മരം വീണാൽ തന്റെയും കുടുംബത്തിന്റെയും ജീവൻ തന്നെ അപകടത്തിലാകും. ഉപജീവന മാർഗത്തിനായുള്ള പലചരക്ക് കടയും തകരും. ഇക്കാര്യം ഉന്നയിച്ചാണ് 1 വർഷം മുൻപ് പരാതി നൽകിയത്. തന്റെ കടയ്ക്കും വീടിനും കുടുംബത്തിനും ഭീഷണിയിലായ മരം മുഴുവനും വെട്ടിമാറ്റണമെന്നാണ് ബാവയുടെ ആവശ്യം. ചെറിയ കൊമ്പ് വെട്ടിമാറ്റിയിട്ട് ഒരു പ്രയോജനവുമില്ലെന്നും ബാവ പറയുന്നു. എനിക്കുള്ള ബുദ്ധിമുട്ടുള്ളതാണ്. അത് എൻ്റെ വീടിന് സമീപം നിൽക്കുന്ന മരം വെട്ടിമാറ്റി തരാൻ വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു. ഒരു വർഷമായി. പക്ഷേ ഇതുവരെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു കൊമ്പ് വെട്ട എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. ഞാൻ ഒരു കൊമ്പ് വെട്ടിയിട്ട് കാര്യമില്ല, വെട്ടുകയാണെങ്കിൽ എനിക്ക് വെട്ടി തന്നാലേ ഇതെവിടെ ശരിയാക്കിയിട്ട് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാൻ പറ്റൂ. ഞാൻ വയസ്സായിരിക്കുന്നു, സുഖമില്ലാത്തവനുമാണ്. ദയവ് ചെയ്ത് താങ്കൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വെട്ടിത്തന്ന് എന്നെ രക്ഷപ്പെടുത്തുന്നതെന്ന്. കളക്ടർ നേരിട്ടെത്തി പ്രശ്നം പരിഹരിക്കണമെന്നും ബാവ ആവശ്യപ്പെട്ടു. ഗൗരവം മനസ്സിലാക്കി ഇക്കാര്യം ഒരിക്കൽ കൂടി കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സംഭവം അറിഞ്ഞെത്തിയ പൊതുപ്രവർത്തകൻ ശംസുദ്ദീൻ മാങ്കുറിശി പറഞ്ഞു. നമുക്കറിയാം, അദ്ദേഹം വാർദ്ധക്യമായി അസുഖമുള്ള ഒരാളാണ്. അദ്ദേഹം കഴിഞ്ഞ 1 വർഷമായിട്ട് ഈ മരം വെട്ടാൻ വേണ്ടിയിട്ട് പല ഭാഗത്തും കളക്ടറിനെയും പഞ്ചായത്തെയും അതുപോലെ PWD ഒക്കെ സമീപിച്ചു. പക്ഷേ അവിടെ നിന്നൊന്നും അദ്ദേഹത്തിന് ഒരു നീതി കിട്ടിയിട്ടില്ല. നമുക്കറിയാം, ഇന്ന് മഴക്കാലത്ത് ഒരുപാട് പ്രതിസന്ധി പലപടിയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല മരണങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു അപകടം ഉണ്ടായിട്ട് നോക്കുന്നതിന് മുമ്പ് ഈ മരം വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കുടുംബത്തിനും ഈ ചുറ്റുമുള്ള പ്രദേശത്തുള്ളവർക്കും ഏറ്റവും നന്നായിട്ടുണ്ടാകും. അതുകൊണ്ട് കലക്ടർ മുഖേന എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ മരം മുറിച്ചു മാറ്റാനുള്ള എല്ലാ നടപടിക്രമങ്ങളും എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ AUP സ്കൂളിൽ 1993 7ാം ക്ലാസ് ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. 50ഓളം പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുട്ടികളും സംഗമത്തിൽ പങ്കാളികളായി. ഏറെ വർഷത്തിനു ശേഷം വീണ്ടും കണ്ടുമുട്ടിയതോടെ തോരാത്ത ആവേശവും സന്തോഷവും. 50ഓളം പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുട്ടികളും ചടങ്ങിൽ പങ്കെടുത്തു. കേക്ക് മുറിച്ചാണ് പരിപാടികൾക്ക് തുടക്കമിട്ടത്. പ്രവാസികളായ സലീം, ഷാജി എന്നിവരെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം കെ പ്രവീൺ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഇതിനേക്കാൾ കുറച്ചുകൂടി വിപുലീകരിച്ച് നല്ലൊരു ഗ്രൂപ്പായിട്ട് മാറ്റുവാനുള്ള എല്ലാവിധ പ്രവൃത്തികളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഞങ്ങളുടെ സഹപാഠികളുടെ ഭർത്താവിന് ഞങ്ങൾ കാരുണ്യമായിട്ട് വലിയൊരു സംഖ്യ ഞങ്ങൾ ദാനം ചെയ്യുകയുണ്ടായി. ഇനിയും ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ തന്നെ ഈ ഗ്രൂപ്പ് വളരെയധികം മുന്നോട്ട് പോയി എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഞങ്ങളുടെ സഹോദരന്മാർ ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. അനൂപ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. AM ഷാജി, M രാധാകൃഷ്ണൻ, MA സലീം, ഷഫീമ, അബ്ബാസ് അലി, ഷമീറ, ജാസ്മിൻ, സലീം, ഷാജി എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു.
കഴിഞ്ഞ വർഷം തുടങ്ങിയ ഈ ബാച്ച് നിരവധി പേർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സഹായം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. മങ്കരയിൽ പ്രഭാത സവാരിക്കിറങ്ങിയ വയോധിക വാഹനമിടിച്ച് മരിച്ചു. മരിച്ചത് മാങ്കുറിശ്ശി മുരുകാണ്ടിത്തൊടിയിൽ ജാനകി. അപകടം പാലക്കാട് കുളപ്പള്ളി പാതയിൽ മാങ്കുറിശ്ശി ക്ഷേത്ര പരിസരത്ത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് റെയിൽവേ കരാർ തൊഴിലാളികളുടെ മാർച്ചും ധർണയും. മാർച്ച് CITU നേതൃത്വത്തിൽ. DRMുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന ഉറപ്പ് ലഭിച്ചതായി നേതാക്കൾ. ലഹരിക്കെതിരെ വനിതാ തൊഴിലാളികൾ. നിരത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ വനിതാ വിഭാഗം മദ്യലഹരി വിരുദ്ധ സെമിനാർ നടത്തി. വനിതാ വിഭാഗം ജില്ലാ കമ്മിറ്റി സെമിനാർ സംഘടിപ്പിച്ചത് കോങ്ങാട്ട്. രാമായണ മാസാചരണം തുടരുന്നു. രാമായണ പാരായണം ഉൾപ്പെടെ വിവിധ പരിപാടികളുമായി ഭക്തിയുടെ നിറവിൽ ക്ഷേത്രങ്ങൾ. ഷൊർണൂർ പരുത്തിപ്പുറ കോണത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നങ്ങ്യാർ കൂത്ത് നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.